ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഏകദേശം ഈ ഒരു സൈസിലുള്ള തക്കാളി എടുത്തേക്കുന്നത്. പിന്നെ ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് 1 or 2 എടുക്കാം. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും 1/2 ടീസ്പൂൺ കടുകും കൂടി എടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. സവാളയ്ക്ക് ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ഒന്ന് മൂത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് അതിലെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് ഉടഞ്ഞ് വരണം. ഏകദേശം ഇതേപോലെ വരുന്ന ഈ സമയത്ത് ഇതിലേക്ക് ഇനി ഒരെടുത്ത് വെച്ചിരിക്കുന്ന മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. എഗ്ഗ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും തക്കാളിയുടെ എല്ലാ ഭാഗത്തേക്കും ഒക്കെ ഒന്ന് ആക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി എഗ്ഗെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്